ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കാൻ അത് സഹായകരമായിരിക്കും. മറക്കാതെ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. നമുക്കറിയാം ആപ്പിൾ കുറച്ച് സ്ട്രഗിൾ തന്നെയായിരുന്നു. സെക്യൂരിറ്റി പ്രോബ്ലംസ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ബാറ്ററിയുടെ പ്രോബ്ലംസ്, അതുപോലെ സെയിൽസ് പ്രൈസ് 22% അവർ കട്ട് ചെയ്തു. സെയിൽസ് ഡള്ളായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആപ്പിൾ 11 Pro Max 11 സീരീസ് പുറത്തിറങ്ങുന്നത്. ഈ മൊബൈൽ എത്രത്തോളം ആപ്പിളിനെ സഹായിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാം. അതായിട്ട് ഇതൊരു ഡിസൈൻ നോക്കാം. ബാക്ക് സൈഡ് സ്ക്വയർ കട്ടൗട്ട്, 3 ക്യാമറയാണ്, സെയിം റിംഗ്, സെയിം മെഗാ പിക്സൽ. അതുപോലെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ആപ്പിൾ 10 പോലെ തന്നെയാണ്. ഫേസ് ID ഉള്ള നോച്ചുണ്ട്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 5.8 ഇഞ്ചാണ്. അതിൻ്റെ ബിൽഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബ്ലാക്ക് ഗ്ലാസ്സിലാണ് വന്നിട്ടുള്ളത്. സ്റ്റൈലൻസ് സ്റ്റീൽ ഫ്രെയിം, അതുപോലെ IPS 68 ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്. അപ് ടു 4M ഫോർ 30 minutes, അതായത് 4 മീറ്റർ ആഴത്തിൽ 30 മിനിറ്റ് വരെ അത് വെള്ളം കിടക്കാതിരിക്കും. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സൂപ്പർ റെറ്റിന XDR OLED പാനൽ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 800 നിറ്റ്സ് ബ്രൈറ്റ്സ് ഉണ്ട്. ഡോൾബി വിഷൻ കൊടുത്തിട്ടുണ്ട്. HDR10 ഉണ്ട്. വൈറ്റ് കളർ ഗാമോട്ട് ഉണ്ട്. ട്രൂ ടോണാണ്, അത് ഓൾറെഡി ഉള്ളതാണ്. ഇത്രയാണ് ഡിസ്പ്ലേ.
അടുത്തത് സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ iOS 13 ആണ്. അപ്ഗ്രേഡബിൾ ടു 13.1.2 അപ്ഗ്രേഡേഷൻ കിട്ടും. അതുപോലെ ചിപ്പ് സെറ്റ്സ് നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് A13 ബയോണിക് ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. CPU എക്സാ കോർ ലൈറ്റ്നിങ് ആണ്. മെമ്മറി നോക്കുകയാണെങ്കിൽ 64 GB 4 GB വേരിയേഷൻ, 256 GB 4 GB വേരിയേഷൻ, 512 GB 4 GB റാം വേരിയേഷനാണ്. 3 വേരിയേഷനാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറ നോക്കുകയാണെങ്കിൽ ബാക്ക് ക്യാമറ അതും ആദ്യം പറഞ്ഞ പോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ. ഫസ്റ്റ് 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ, അതുപോലെ iOSൻ്റെ സെക്കൻഡ് 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറ, iOS 2x ഒപ്റ്റിക്കൽ സൂം, തേർഡ് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്. NFC അവൈലബിൾ ആണ്. സെൻസർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫേസ് ID, ആക്സിലോമീറ്റർ, ഗീറോ, പ്രോക്സിമിറ്റി, കോമ്പാക്സ്, ബാരോമീറ്റർ, സിരി നാച്ചുറൽ ലാംഗ്വേജ് കമാൻഡ്സ് ആൻഡ് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അത് ബാറ്ററി നോക്കുകയാണെങ്കിൽ സാധാരണ ഇതിൽ ബാറ്ററി കുറിച്ച് ലോഞ്ച് ടൈമിലൊന്നും ആപ്പിൾ അധികം mAhനെ കുറിച്ച് മെൻഷൻ ചെയ്യാറില്ല. സാധാരണയായി പ്രീവിയസ് മോഡലിൽ നിന്ന് ഇത്ര കൂടുതൽ എന്നേ പറയാവുള്ളൂ. ടൈം കഴിഞ്ഞ മോഡലിനെ അപേക്ഷിച്ച് ആപ്പിൾ 11 Pro Maxൽ പഴയ മോഡലിനെ അപേക്ഷിച്ച് 1 മണിക്കൂർ കൂടുതൽ ചാർജിങ് ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പിന്നെ Q1 വയർലെസ് ചാർജിങ് ഉണ്ട്. ബാറ്ററിയെക്കുറിച്ച് ഡീറ്റെയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4000 mAh താഴെയേ ഉള്ളൂ. ഇതിൻ്റെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫുൾ ചിത്രം നമുക്ക് വ്യക്തമാവും, ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. അതുവരെ വെയിറ്റ് ചെയ്യുക തന്നെ വേണം. ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ